ഈ വിവാഹം നടത്തിയത് തന്നെ ഒരു ഭീഷണിയുടെ അസ്വസ്ഥരായിരുന്നു ആദ്യഘട്ടത്തിൽ. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, തീരെ. ഞങ്ങൾ പിന്നെ നമ്മുടെ ആചാരപ്രകാരം ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ തന്നെ ഈ നാളെ ചേർത്തില്ലെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒഴിവാക്കാനായിട്ടുള്ള സമയത്ത് ഈ സതീഷിൻ്റെ അമ്മ വന്ന് ഇവിടെ നിരന്തരം ഇവിടെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപാട് ഇത് ചെയ്തതിന് ശേഷമാണ് നടത്തിച്ചത് ഈ ബന്ധം. എന്നിട്ടൊന്നും കരഞ്ഞിട്ട് എന്തുണ്ടാക്കാനാ? ചാനലിന് മുമ്പിൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കടന്ന് കരഞ്ഞിട്ട് എന്തുണ്ടാക്കാനാ? ആര് കാണാനാ? ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ അച്ഛനും അമ്മയാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ പ്രസംഗങ്ങൾ നടത്തുന്നത്. ഇപ്പം ഇപ്പം നിലവിൽ നമ്മളെ കേരളത്തിലെ മാതാപിതാക്കൾ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളെ വിട്, കാരണം വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കിടക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, സമ്പത്തുണ്ട്, നല്ല നല്ല ജോലികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല? അനുഭവങ്ങൾ ഉണ്ടായിട്ടും മനസ്സിലാക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു സംശയം. ഞാനിപ്പം പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു കേസ് കെട്ടിൽ അതുല്യയുടെ അച്ഛനെയും അമ്മയെയും മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തൂ. 100-ൽ 101% അവരുടെ കയ്യിലാണ് തെറ്റ്, മിസ്റ്റേക്ക്. കാരണം ഇതുപോലുള്ള മാതാപിതാക്കൾ, ഇതുപോലെ ഈ അതുല്യയുടെ അച്ഛൻ അമ്മ, നമുക്കിപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ അതുല്യ എന്ന് പറയുന്നത് ഇപ്പം ഷൈനി, അതുപോലെ ജിസ്മോൾ, ഇവരെയൊക്കെ ഗണത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് ഇപ്പം ഈ അതുല്യ എന്ന് പറഞ്ഞ കുട്ടി. കെട്ടിച്ചു കൊടുക്കുന്ന മരുമോൻ ഒരു സൈക്കോ ആണെന്ന് അറിഞ്ഞിട്ടും, ഒരു കള്ളുകുടിയനാണെന്ന് അറിഞ്ഞിട്ടും, അവൻ്റെ ജോലിയും അവൻ്റെ ശമ്പളവും അവൻ്റെ പദവിയും അവൻ്റെ വീട്ടിലെ സ്റ്റാറ്റസും നോക്കി കല്യാണം കഴിച്ച് വിട്ടുകൊടുത്ത ഈ മാതാപിതാക്കളെയാണ് ഞാൻ 100-ൽ 100% തെറ്റു പറയൂ. കാരണം എന്താണെന്ന് പറയുക, ഇതുപോലുള്ള കുറേ മാതാപിതാക്കളുണ്ട്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാ ബാധ്യതകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ മാതാപിതാക്കളും കുറേ ഇതുപോലുള്ള വീട്ടുകാരും ഉണ്ട്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാധ്യതകളെല്ലാം കഴിഞ്ഞു, മോളവിടെ എങ്ങനെയോ പോയി ജീവിക്കട്ടെ, എന്ത് ദുരിതം അനുഭവിച്ചും എന്ത് രീതിയിലും മോളവിടെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ വിവാഹം നടത്തിയത് തന്നെ ഒരു ഭീഷണിയുടെ അസ്വസ്ഥരായിരുന്നു ആദ്യഘട്ടത്തിൽ. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അവന് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും എൻ്റെ മോക്ക് കൊടുത്തിട്ടില്ല. അവന് അത്ര നീചവും നിന്ദ്യമായ രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും അവൻ നടത്തിയിട്ടുള്ളത്. ആ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഒരു പ്രാവശ്യം അതിഭീകരമായ ആക്രമണം, ഇവിടെ മുളവടിക്കൊക്കെ കാലിനൊക്കെ അടിച്ച് ഇവിടെ ഓടി ശാസ്താംകോട്ട തടാകത്തിൽ ഓടിപ്പോയി ജീവനും കൊണ്ട് രക്ഷപ്പെടാനായിട്ട്. ബെസ്റ്റ് നല്ല അച്ഛനും അമ്മയും, നല്ല അടിപൊളി അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തിയാണ് ഇവൻ വിവാഹം കഴിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിക്കാൻ പ്രേരിപ്പിച്ചത്, കഴിപ്പിച്ചു കൊടുത്ത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കഴിപ്പിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ പോലീസും പട്ടാളമൊന്നും ഇല്ലായിരുന്നോ? പോലീസും കോടതിയൊന്നും ഇല്ലായിരുന്നോ? ഇത്ര ഭീഷണിപ്പെടുത്തിയ ഒരുത്തിന് നിങ്ങളെ മോനെ, അതും കള്ളുകൂടിയനും, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവന് കുടിയനാണ്, അതുപോലെ ഇവനൊരു സൈക്കോ ആയിരുന്നു. അപ്പം ഇത്രത്തോളം നിങ്ങൾ പല മാധ്യമങ്ങളുടെ മുമ്പിലും വന്നിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിശ്ചയം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവനൊരു സൈക്കോ ആണ്, ഇവൻ പല രീതിയിൽ ഈ പെൺകൊച്ചിനെ ഉപദ്രവിച്ചെന്നെല്ലാം പറയുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിന് ഈ കല്യാണം നടത്തി കൊടുത്തു? അപ്പം ആ കൊച്ചിനോട് ചെയ്ത ക്രൂരതയാണ്. ചിലപ്പോൾ ആ പെണ്ണ് പറയുമായിരിക്കും, ഈ മരിച്ച അതുല്യ പറയുമായിരിക്കും, എനിക്ക് അയാളെ തന്നെ വേണമെന്ന് ചിലപ്പോൾ വാശി പിടിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ മാതാപിതാക്കളാണ്, നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് ആ കൊച്ചിനെ ഇപ്പോൾ കുരുതി കൊടുത്തത്. പണം കണ്ട് ചിലപ്പം ജോലി കണ്ട് സ്റ്റാറ്റസ് കണ്ടൊക്കെ ചെയ്ത് കൊടുത്തിയായിരിക്കാം. പക്ഷേ ഇന്ന് ആ കൊച്ചു ജീവനോടില്ല. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെ കേരളത്തിലുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. ഇതൊന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഈ വീഡിയോയുടെ താഴെ വന്ന് ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും ഞാൻ പറയുന്നു, 100-ൽ 101% ഈ മാതാപിതാക്കളെ കയ്യിലെ തെറ്റ് തന്നെയാണ്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നുള്ള ധാരണയിലാണ് ഇവർ ആ കൊച്ചിനെ കണ്ടത്. അപ്പോൾ ആ കൊച്ചു നിൽക്കുന്ന ആ വീട്ടിൽ, അല്ലെങ്കിൽ ഇപ്പം ഷാർജയിലാണ് അവർ നിൽക്കുന്നത്, അവിടെ എന്തെങ്കിലും പ്രതിസന്ധികൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴേ കയറാൻ പറയണം, ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാൻ പറയണം, അവരെ കളഞ്ഞിട്ട് വരാൻ പറയണം. ഇത്രയും സൈക്കോ ആയ ഒരുത്തൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ കൊച്ചിനെ ജീവനോടെ അവിടെ നിർത്താൻ?
10 വയസ്സുള്ള മോളുണ്ട്. 11 വർഷമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്, 11 വർഷമായി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17ാമത്തെ വയസ്സിലും കണ്ടേ അതിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങളും അതിന് ഉത്തരവാദികളാണ്. വെറും 17-18 വയസ്സ് പോലും തികയുന്നതിന് മുമ്പേ ഒരു കൊച്ചിനെ പിടിച്ച് ഒരാളെ കയ്യിൽ കൊടുക്കുക, അതിൻ്റെ വിദ്യാഭ്യാസവും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ ഏതോ ഒരുത്തൻ വന്ന് പെണ്ണ് ഒഴിച്ചെന്നതിൻ്റെ പേരിൽ ഏതോ ഒരു ഗൾഫുകാരനെ കണ്ട അവൻ്റെ 10 പൈസ കണ്ടിട്ട് 17 വയസ്സ് 18 വയസ്സ് പോലും തികയാത്ത ഒരു കൊച്ചിനെ പിടിച്ച് ഒരു പൊട്ടൻ, ഒരു സൈക്കോ, ഒരു തെണ്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത നിങ്ങളാണ് കുറ്റക്കാർ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ മോങ്ങിയിട്ട് എന്താണ് കാര്യം? വല്ല കാര്യമുണ്ടോ? എനിക്ക് കല്യാണം നടത്തി 2 വർഷം നിശ്ചയം നടത്തി. അയാളങ്ങ് വെളിയിൽ പോവുകയും ചെയ്തു. എൻ്റെ കുഞ്ഞിന് 17 വയസ്സ് നിശ്ചയം നടത്തി അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിന് മാനസിക പീഡനം. അവർ അതേന്നും പറഞ്ഞ് വീണ്ടും വന്നാൽ അതിന് 19 വയസ്സാകുമ്പം കല്യാണം നടത്തിയാൽ മതി, ഒരു നിശ്ചയം നടത്തി വെക്കെന്നും പറഞ്ഞാൽ കല്യാണം നടത്തിയത്. 19 വയസ്സായ എനിക്ക് കല്യാണം നടത്തി, 2 വർഷം നിശ്ചയം നടത്തി. അയാളങ്ങ് വെളിയിൽ പോവുകയും ചെയ്തു. എൻ്റെ കുഞ്ഞിന് 17 വയസ്സ് നിശ്ചയം നടത്തി അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിന് മാനസിക പീഡനം. അവൾ ഡിഗ്രിക്ക് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കാൻ പോയ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിനെ ആരോടും നോക്കിക്കൂടാ, കൂട്ടുകാരോടും മിണ്ടിക്കൂടാ. കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം, ഈ അതുല്യം മരിക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർ തന്നെയാണ്. നിശ്ചയം നടത്തി 2 കൊല്ലം സമയം ഉണ്ടായിരുന്നു. 2 കൊല്ലത്തിൽ ഇവൻ എന്താണെന്ന്, ഇവൻ ഒരു പ്യുവർ സൈക്കോ ആണെന്നും അതുപോലെ ആ സമയങ്ങളിലെല്ലാം ഈ കൊച്ചിനെ മാനസികമായിട്ടും എല്ലാം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ആരെടുത്തും സംസാരിക്കാൻ പറ്റത്തില്ല, ആരെടുത്തും നോക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പോകാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. അപ്പം ചിന്തിച്ചോണം ഇവൻ എന്തുമാത്രം സൈക്കോ. ഞാനിത് ഇതുപോലുള്ള ക്യാരക്ടറൊക്കെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. റിയൽ സൈക്കോ ആണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ടും ഈ കൊച്ചിനെ ആ സൈക്കോയുടെ അടുത്ത്, ആ സൈക്കോയുടെ കയ്യിൽ കെട്ടിച്ചു വിട്ട ഈ മാതാപിതാക്കൾ തന്നെയാണ് 100% 101% കുറ്റക്കാർ. അവൻ പറയുന്നുണ്ട് ഇവർ എങ്ങനെ പരിചയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ സമയത്തും കണ്ട, ഇവൻ നാട്ടിൽ വന്ന സമയത്തും കണ്ട ഈ കൊച്ചിനെ കാണുന്നു. ഉത്സവത്തിന് പോകുന്ന സമയത്തും കണ്ട കാണുന്നു. അവിടെ വെച്ച് ഇവൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ഇവൻ വീട്ടിൽ വന്ന് അന്വേഷിച്ച് ഏത് കൊച്ചാന്നൊക്കെ അന്വേഷിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കുന്നു. അപ്പോഴും ഇവർക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഈ അച്ഛനും അമ്മയും ഇവരാർക്കും താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴേ കെട്ടിക്കുന്നില്ല, പിന്നെ കെട്ടിക്കുന്നുള്ളൂ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടേ കെട്ടിക്കുന്നുള്ളൂ. അപ്പം +2 കണ്ട് പഠിക്കുമായിരുന്നു ഈ കൊച്ച്. 17 വയസ്സ് നമുക്ക് ചിന്തിക്കാന്നല്ലേ ഉള്ളൂ, +2 കണ്ട് പഠിക്കുമായിരുന്നു. എന്നിട്ടും കെട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഇവൻ നിർബന്ധിച്ച് ഇവൻ്റെ വീട്ടുകാരെ ഫോൺ വിളിച്ച് പറയിപ്പിക്കുകയും അവരെവരെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയും നിർബന്ധിച്ചാണ് ഈ ഒരു കല്യാണം നടത്തിയെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. ഇവർ പറയുന്നതാണ്. കാരണം ഇവർ പറയുന്നതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇനി ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എന്നാലേ നമുക്ക് കൂടുതൽ ഇത് വ്യക്തമാവും. പക്ഷെ ഇവർ പറയുന്ന വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ കൊച്ചിനെ കെട്ടണമെന്ന് പറഞ്ഞ് ഇവൻ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിയിരുന്ന സമയത്ത് ഇവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഇവൻ അതിലൂടെ തന്നെ ചിന്തിക്കുക ഇവൻ സൈക്കോ ആണെന്ന്. കാരണം നമ്മളൊക്കെ ഇപ്പം ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്, ഒരു കല്യാണവുമായിട്ട് ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊച്ചു റോഡിൽ കൂടെ പോകുമ്പോൾ ആ കൊച്ചിനെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയുകയും എടുക്കുകയും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ താല്പര്യമില്ല, അല്ലെങ്കിൽ കൊച്ചു പറയും ഇപ്പം ഇപ്പോഴേ കല്യാണം വേണ്ട. ഇപ്പം പൊതുവേ അങ്ങനെയാണ് പറയുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നാണ് മിക്കുള്ളിടത്തും പറയുന്നത്. ഒന്നിന് ചിലപ്പോൾ അവർ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേര് അങ്ങനെ പറയുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇപ്പം നേരിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവരൊരു മറുപടി വരുമ്പോൾ തന്നെ നമ്മൾ ആ കേസ് ഇട്ട് അപ്പം തന്നെ വിടും. പക്ഷെ ഇവിടെ നേരെ മറിച്ച് ഇവൻ എന്താ ചെയ്തത്? ആ കൊച്ചിനെ കണ്ടിട്ട് ആ കൊച്ചിനോടുള്ള പ്രാന്തിളകിയിട്ട് ആ കൊച്ചിനോട് തന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ കൊച്ചിനോട് തന്നെ ഒരു സൈക്കോ മൈൻഡ് തോന്നിയിട്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ എനിക്ക് കെട്ടണം എന്നുള്ളൊരു ഇതിൽ വീട്ടിൽ ചെന്ന് നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് നിന്ന് അപ്പോഴെങ്കിലും ഇവർക്ക് മനസ്സിലാക്കാമായിരുന്നു ഇവൻ്റെ ക്യാരക്ടർ. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും ഇവൻ കള്ളുകൂടിയനാണെന്ന് അറിഞ്ഞ്, ഇവൻ ഭൂലോക ഫ്രോഡാണെന്ന് അറിഞ്ഞ്, അതുപോലെ സൈക്കോ ആണെന്ന് അറിഞ്ഞ്, ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവർ കെട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ തന്നെയാണ് കുറ്റക്കാർ. ഇവനിക്ക് 40 വയസ്സുണ്ട്. 40 വയസ്സിൽ ഇവൻ ഷുഗർ പേഷ്യൻ്റാണ്. അപ്പം നോക്കണം എന്തുമാത്രം കുടിയനാണെന്ന്. ഇവൻ കുടിച്ച് അവൻ്റെ ലിവറും കിഡ്നിയെല്ലാം പോയി കിടക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. 10 വയസ്സുള്ള മോളുണ്ട്. ആ കൊച്ചിനെ നാട്ടിൽ കൊണ്ട് ആക്കിയത്, കൊച്ചി കൊല്ലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ കൊച്ചിന് നാട്ടിൽ വന്നത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെ ആ കൊച്ചിനെ കൂടെ ഇവൻ കൊന്നേനെ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം കണ്ടതാണ്, ചാനലിലൂടെ എല്ലാം കണ്ടതാണ്. ഈ അതുല്യ എന്ന് പറയുന്ന പെൺകൊച്ചിനെ അടിക്കാൻ കസേര എടുത്ത് തൂങ്ങുന്നതും
പക്ഷേ മദ്യത്തിന്റെ ലഹരി മദ്യമൊന്നുമല്ല കേട്ടോ, അതിലും വേറെ ഏതോ സാധനം കണ്ടൊക്കെയാണ് ഇവൻ അടിക്കുന്നതെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മദ്യത്തിന്റെ ലഹരിയിൽ ആ കൊച്ചിനെ ഉപദ്രവിക്കുന്നു. നമ്മൾ ആ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടതാണ്. അവിടെ ഇവിടെ എല്ലാം മുറിവ്. ഇവൻ ആ കൊച്ചിനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിന്ന് വേണമെങ്കിൽ പറയാം. ഇവന്റെ മാനസിക പീഡനങ്ങൾ ഈ അതുല്യ എന്ന് പറഞ്ഞ പെൺകൊച്ചി തന്നെ പറയുന്നുണ്ട്. ആ കൊച്ചിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. തിന്നാൻ തരുന്നുണ്ടല്ലോടാ, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഞാൻ വിചാരിക്കും അതെങ്കിലും നടന്നു പോകുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതം ത്യാഗം ചെയ്താലും കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ ആർക്കും നമ്മളൊരു ഭാരം ആവുന്നില്ലല്ലോ. ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ സഹിക്കുന്നത്. ഒരു പെണ്ണും അനുഭവിക്കാത്ത ഒക്കെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ. കേട്ടല്ലോ, വീടുകളിൽ നിന്നുള്ള കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൈനിയുടെ കേസ് എടുത്ത് നോക്കുക, ജിസ്മോളെ കേസ് എടുത്ത് നോക്കുക, അങ്ങനെ അതിന് മുമ്പൊക്കെ എന്തോ ഒരു കേസുകളാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ അച്ഛനും അമ്മയും വന്ന് ചാനലിൽ മുമ്പിൽ ഇരുന്നിട്ട് ഇനി ഇതുപോലെ ഒരു മക്കൾക്കും വരരുത്, എൻ്റെ മോക്ക് സംഭവിച്ചാലോ ഒരു മക്കൾക്കും വരരുത് എന്ന് കടന്നിട്ട് ഇങ്ങനെ കടന്ന് ഈ ഒരു മുദ്രാവാക്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കടമകൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കെട്ടിച്ചു വിട്ടിട്ട് ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയിൽ നിങ്ങളിങ്ങനെ പൊടിയും തട്ടി പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തുക. നിങ്ങളെ മക്കള് സുരക്ഷിതരല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേ വിളിക്കുമോ, അവരെ വരാൻ പറയുമോ, കളഞ്ഞിട്ട് പോകാൻ പറയുമോ. ഇതുപോലുള്ള സൈക്കോ ടീംസിനെയൊക്കെ കളഞ്ഞിട്ട് വരാൻ പറയും. അതുപോലെ ഇതുപോലുള്ള പെൺപിള്ളേർ, ഇനിയും ഇതുപോലുള്ള പെൺപിള്ളേർ ഇതുപോലുള്ള വിഷമങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുക. അതാണ് വേണ്ടുന്നത്. കളഞ്ഞിട്ട് നിങ്ങളെ കാര്യം നോക്കി നിങ്ങളെ വീട്ടിലോട്ട് പോവുക. അതാണ് വേണ്ടത്. ഇതുപോലുള്ള സൈക്കോളൊക്കെ എന്തിനാണ് സഹിച്ച് നിങ്ങളെ സ്വന്തം ജീവൻ കളയുന്നത്? ആർക്ക് പോയി? അപ്പം നിങ്ങളത് ചിന്തിക്കുക. അപ്പം ഈ മാതാപിതാക്കളാണ് ഇതിനെല്ലാം കാരണക്കാർ എന്ന് ഞാൻ പറയും. കാരണം വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ അതുല്യ എന്ന് പറയുന്ന പെൺകൊച്ച് ഇവരെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്, ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്, ഇവൻ ഉപദ്രവിക്കുന്ന വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട്, ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എങ്ങനെ ഇവർക്ക് അവിടെ ആ കൊച്ചിനെ നിർത്തിയിട്ട് കടന്ന് ഉറങ്ങാൻ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ ലോക കുടിയനും ലോക സൈക്കോയും ആണെന്ന് ഇവർക്ക് അറിയാം. 11 വർഷമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെയൊക്കെ അവസ്ഥ ഇനി എന്താവും ഒന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചിൻ്റെ അവസ്ഥ. ഇവൻ ചാനലിൻ്റെ മുമ്പിലെല്ലാം വന്ന് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ട് നോക്കി. ഇവൻ എന്തൊരു അഭിനയമാണ് ഇവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി. ഇവൻ്റെ അഭിനയത്തിന് സത്യം പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് കൊടുക്കണം. മദ്യപിച്ച് ലെക്ക് കെട്ട് ആ കൊച്ചിനെ എന്തോ ചെയ്തു. അങ്ങനെ ആ കൊച്ച് മരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ കെട്ടിത്തൂക്കി. എന്നിട്ട് ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർത്തു. അതാണ് ഇവൻ ചെയ്തത്. ഇവൻ ആ ഫ്ലാറ്റിന് ഒരു കീയേ ഉള്ളൂ. ഇവൻ പറഞ്ഞില്ലേ സംശയരോഗി എന്ന് വെച്ചാൽ ഇതുപോലെ സംശയരോഗി വേറെ ഇല്ലെന്നാണ് പറയുന്നത്. ഇവൻ ജോലിക്ക് പോകുന്ന സമയത്ത് ലോക്ക് ചെയ്ത് ഈ പെണ്ണിനെ ഒറ്റയ്ക്കിട്ട് ലോക്ക് ചെയ്ത് ഇവൻ അങ്ങ് പോകും. എന്നിട്ട് വരുമ്പോഴാണ് ഇവൻ തുറക്കുന്നത്. ആരോടും മിണ്ടാൻ പാടില്ല, ആരെയും വിളിക്കാൻ പാടില്ല. എന്തിനാടാ ലോക തോൽവി മരവാഴ? നീയൊക്കെ 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള നീ എന്തിനാടാ ഈ പണിക്കൊക്കെ പോകുന്നത്? നിനക്ക് 2.5 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ട് ലാവിഷായിട്ട് സുന്ദരത്തോടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാമായിരുന്നല്ലോ. കുടിച്ച് നശിച്ചില്ലേ നിങ്ങൾ? എന്തായാലും അവൻ്റെ ആ മരവാഴയുടെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു പോകാൻ പറയുന്നത്. അവൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒന്നുകൂടെ മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ഇത് കണ്ടു പോകാം. എന്തായാലും വേറെ വെച്ചാൽ ഞാൻ പൈസ മോഹിയാന്നുള്ള അവർ പറയുന്നത്. ചേട്ടാ, എനിക്ക് 9,500 സാലറി ഉണ്ട്. എനിക്കിവിടെ 9,500 ദിർഹംസ്. എൻ്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിലോ അവരെ നിരന്തരം ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആരോപണം. ഞാൻ വേറെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ ശരിയാണ്. ഞാൻ ഉപദ്രവിച്ചിരുന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, എൻ്റെ അമ്മയിൽ നിന്ന്, എൻ്റെ നാട്ടുകാരിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ മാറി ഭയങ്കര. എനിക്കിപ്പോൾ വിളിക്കാൻ ആരുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ 10 പേര് വേണ്ട ഇവിടെ. ഏതൊരു പട്ടിയായാലും കാണും 10 പേര്. എനിക്ക് ഒരുത്തനും ഇല്ല, എൻ്റെ വീട്ടുകാരും ഇല്ല, എൻ്റെ അമ്മ. കണ്ടല്ലോ ഈ മരവാഴ പറയുന്ന കണ്ടല്ലോ, ഇവൻ്റെ അഭിനയം കണ്ടല്ലോ. ഒരു കൊച്ചിനെ കൊന്ന് കെട്ടിത്തൂക്കി കൊലയ്ക്ക് കൊടുത്തിട്ട് അവൻ കിടന്നിട്ട് അഭിനയിക്കുന്നു. കള്ള് കുടിക്കുമ്പോൾ ഇവർ റിയൽ സൈക്കോ ആണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. റിയൽ സൈക്കോ. 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരുത്തനായിരുന്നു.
ആ ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ളതിന് എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ നീയൊക്കെ ജീവിക്കുന്നതിലും നല്ലത് പോയി ചാവുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം ഈ മദ്യമാണ് കേട്ടോ, ഈ കുടിയാണ്. മദ്യവും മയക്കുമരുന്നും ഇതുപോലുള്ള വസ്തുക്കളാണ്. അപ്പം നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതുപോലുള്ള ഈ മാരക മയക്കുമരുന്നുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അപ്പം അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കളയുക. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകാൻ നോക്കുക. എവിടെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടോ അവിടെയല്ല ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അവൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇപ്പം ഇവൻ പറയുന്നുണ്ട് 5 വർഷമായിട്ട് സ്വന്തം പെറ്റ തള്ളയെ പോലും വിളിച്ചിട്ടില്ലെന്ന്. വിളിയില്ല, അവരുമായിട്ട് സഹകരണമില്ല, അവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പം മനസ്സിലാക്കിക്കൂടെ എന്തോ ഒരു സൈക്കോ ആയിരുന്നെന്ന്. ഇവൻ മദ്യത്തിന് അടിമപ്പെട്ട് ഇവൻ അങ്ങേ അറ്റം പോയി കിടക്കുമായിരുന്നു. എന്തായാലും ഈ സതീഷിൻ്റെ അമ്മ പെറ്റ തള്ള 2-3 ഇൻ്റർവ്യൂസിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഇവർ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം, അതിന് മുമ്പ് ആ വീഡിയോ ക്ലിപ്പിന് മുമ്പ് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ മരിച്ച അതുല്യ അല്ലെങ്കിൽ സ്വന്തം മോൻ ഇവരുമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത്. 5 വർഷമായി ഇവരെ വിളിച്ചിട്ട് പോലും 5 വർഷമായെന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഇവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ 1-2 ഇൻ്റർവ്യൂസ് ഉണ്ട്. നിങ്ങൾ ഫുൾ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഭാഗത്തുനിന്ന്, എന്നാൽ 2 കൂട്ടരെ ഭാഗത്തുനിന്നുള്ളത് നമ്മൾ കേൾക്കണമല്ലോ. എന്നാൽ ഒരു കൂട്ടരെ മാത്രം കേട്ടിട്ട് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ മോൻ്റെ ഭാഗത്തുനിന്ന് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞാലെങ്കിൽ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്നാണ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഈ സതീഷിൻ്റെ തള്ള. അപ്പം ആ അതുല്യയുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തുകൊണ്ട് തെറ്റ് എന്തെങ്കിലും ഇത് ഇവൻ വഴി കെട്ടിച്ചു വിട്ട ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ മോക്ക് താങ്ങാൻ പറ്റാതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറുക്കൻ്റെ വീട്ടിലെ തന്തയോ തള്ളയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പം ഇപ്പം ഈ സതീഷിൻ്റെ വീട്ടുകാർ പറയുന്നതും അതുപോലെ ഈ അതുല്യയുടെ വീട്ടുകാർ പറയുന്നതും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരും അവരെ ന്യായീകരിക്കാൻ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പോലീസാണ് കണ്ടുപിടിക്കേണ്ടതും പോലീസാണ് തെളിയിക്കേണ്ടത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എനിക്കെന്നല്ല, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഞാൻ പറഞ്ഞ അതേ അഭിപ്രായങ്ങളായിരിക്കും പറയാനുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. എന്തായാലും സതീഷിൻ്റെ അമ്മ പറയുന്നതും അത് കഴിഞ്ഞിട്ട് ഒരു ചെറുക്കനെ താലി കെട്ടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ താലി കെട്ടാൻ നേരം ആ കൊച്ചിൻ്റെ അടുത്ത് ആ ചെറുക്കൻ അനുവാദം ചോദിച്ചിട്ടാണ് ആ താലി കെട്ടുന്നതും. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പം അത് രണ്ടും കൂടെ കണ്ടിട്ട് ഞാനിവിടെ വീഡിയോ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയോ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള മരവാഴ ആൾക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അവരുമായിട്ട് ആ വീട്ടുകാർക്ക് തന്നെ അറിയാം അവരുടെ വരുമാനം അവരുടെ കൂടാണ്, അവരുടെ വീട്ടിലാണ് വെക്കേഷന് വരുമ്പോൾ താമസിക്കുന്നതെന്നും അവിടെ നിന്നാണ് അവൻ ഗൾഫിൽ പോകുന്നതെന്നും ഇവിടെ ഞങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലെന്നുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ അവരുടെ വീട്ടുകാർ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഉന്തി തള്ളി ഇങ്ങോട്ട് വിടുന്നത്? അവർക്ക് ഇനി എന്റെ ശവം കാണണോ? അത് കാണണോ? ഇതെല്ലാം ചെയ്തിട്ടേ വരുന്നത്. ഇവിടെ വന്നിട്ട് നേരം എടുത്തപ്പോൾ ഒരുത്തരം വന്ന് ചോദിക്കുവാന്നേ 5 കൊല്ലം കൊണ്ട് എനിക്കൊരു സഹകരണവും ഇല്ല, ഞങ്ങളുമായിട്ട് യാതൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് മുമ്പ് മുളവടി വെച്ച് കാലയിൽ അടിച്ചിട്ട് അവള് കായലിന്റെ അടുത്ത് വരെ ഓടിയെന്ന് സുരേഷ് എന്താണല്ലോ ഈ കടയിൽ വന്നിട്ട് ഈ നാട്ടിലുള്ളവർ ആരും അറിഞ്ഞില്ല ഇവള് കടയിൽ വരെ ഓടി, കായൽ വരെ ഓടി. അപ്പോൾ